എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ ആ വെള്ളം വാങ്ങി വെച്ചാ മതി. ഹലോ, എന്താ നമ്മുടെ ഉദ്ദേശം? മനുഷ്യന് മനസ്സമാധാനം തരില്ല എന്ന് വല്ല വാശിയുണ്ടോ? തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റമില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ്. അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. യൂസ്ലെസ് കൃത്യായില്ല നിനക്ക്. നിന്നെ കൊണ്ട് കെട്ടിയെടുത്തു തൊട്ട് എനിക്ക് പ്രശ്നങ്ങൾ. നീ തന്നെ എന്നോട് ചെയ്യണോടാ. ചേട്ടായി ബ്ലാക്ക് മെയിലിംഗും തുടങ്ങി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. ഇങ്ങനെ ഷൗട്ട് ചെയ്തതുകൊണ്ടൊന്നും സത്യമല്ലാതാവില്ല. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. എല്ലാത്തിനും എന്നെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. താൻ വിഷമിക്കണ്ട. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ? ഇത്രയും നാൾ ഒരുപാട് ലൊടുക്ക് കേസുകളെല്ലാം ഏറ്റെടുത്ത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആട്ടും തുപ്പും കേട്ട് ഞാൻ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയത്. അങ്ങനെ ചിരി കൊണ്ട് പോണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് കയ്യിൽ നിന്ന് പോയി. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മോശമായിപ്പോ, വളരെ മോശമായിപ്പോ. തന്നല്ലോ, തന്നു. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ. ചിരിക്കരുതേ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും. പിടിച്ചാ കിട്ടൂല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. വിട്ടോ രണ്ടാളും സ്ഥലം വിട്ടോ. എനിക്ക് അവനെ പറ്റി സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം. എന്താ ചാവട്ടവനൊക്കെ ഇറങ്ങി പോടാ. എടിവണ്ണ എന്റെ അടുത്ത് വെളിച്ചിലെടുത്തിട്ടല്ലേ കാല് മണിക്കടിച്ച എന്തോടോ ഈ കാണിക്കണേ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. ഞാൻ എന്താ പൊട്ടിക്കാൻ പോകുന്നു? ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. അയ്യന്റെ മോനെ. എന്താടാ നാരായണ നാരായണ. എന്താണ് തമ്പുരാനറിയാം. എന്റെ ഈശ്വര, എവിടെ മണം? എന്ത് നടന്നത്? ഫാക്ടറിയാ? വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് എന്റെ അമ്മൂമ്മയുടെ സൈറ മുഴുക്കല്. എന്തൊരു മുഷ്കിൽ വേണം. ഓ, രാവിലെ കഴിച്ച സാമ്പാറിന്റെ ശീലമായിക്കോളും. സ്ഥിരാണല്ലേ. എന്താ ഒരു സ്മെല്ല്? കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. നിർത്തടാ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഇവിടെ അങ്ങനെ പരപ്പുറത്താണ്. ആണോ നമ്പിശ? അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? സംശയമുണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒന്നുമില്ല, ചുമ്മാ പറ. ഒന്നുമില്ല, ഇല്ലട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. സത്യം പറയണ്ടായിരുന്നു. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. പിള്ളേരുള്ള വീടാണ്. You shameless creature! Bloody bullshit! തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ മനസ്സിലായി? അത് വേണ്ട. വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. അപ്പൊ കാണാം. സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ. ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ ശല്യായില്ലോ മാതാവേ. ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. കുറച്ചു നേരത്തെ ചത്തുപോയില്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ വലുതും പറയാനുണ്ട? നമ്പർ നോക്കിയിട പന്നി. എന്താ സംശയം ഉണ്ടാ? ഇല്ല, ഉണ്ടില്ല, ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? താൻ കാര്യം പറയടോ. ആർക്കുറങ്ങാൻ?
എനിക്ക് ആ എന്താ നീ കരുതിയേ ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചോ? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കരുത്. അതെ, നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും മേഴ് പൂട്ടിട്ട് പൂട്ടാൻ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. പിശാച് മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം കള്ളൻ. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. എന്താ നിന്റെ പേര്? വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. പോവും. പോടാ. ഞാൻ പോവോ? ഞാൻ പോവാ. എന്തേ പോണില്ലേ? ഡാ പോണില്ലേന്ന്. ഇല്ല, പോണില്ല. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ. അത് ശരിയാണല്ലോ. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? എടാ, വൃത്തി കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. എടാ, നിന്നെ ഞാൻ. എന്റെ അമ്മേ, ഇതാണ് ആശാൻ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയ. കണ്ട കണ്ട, അതവന്റെ പെങ്ങളല്ലേ? ആരാ? മനസ്സിലായില്ല. ഇതിവിടെ സ്ഥിരമുള്ളതാ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെ എന്നല്ല, എവിടെയും ഞാൻ റാണിയാ. ഹലോ, ഒന്ന് നിന്നേ. പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു പേര് കാണുമല്ലോ. കാണും, അത് കാണുന്നവരോടൊക്കെ പറയണോ? പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണെ പറയണ്ട. ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ. സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന. അവൻ ഈ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ. വരും വരും, ഇനിയും വരും. സൂക്ഷിച്ച് സംസാരിക്കണം. ഒന്നും മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാ. എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ?